എനിക്കേറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ആദ്യമേ തന്നെ ഇടവകയുടെ അമ്പ് പെരുന്നാൾ ദിവസമായ ഇന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെയും ഭാരതത്തിൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധയായ അൽഫോൻസമ്മയുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ഈ നല്ല ദിവസം നിങ്ങളുടെ വികാരിയച്ഛനും അതോടൊപ്പം തന്നെ കൊച്ചച്ഛന്മാർക്കും കൈക്കാരന്മാർക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയാണ്. പെരുന്നാൾ പ്രസംഗമായതുകൊണ്ട് ഒരു 15-20 മിനിറ്റ് ഞാൻ പറയും. ഉറങ്ങാനുള്ളവരെ സ്വസ്ഥമായിട്ട് ഉറങ്ങുക. കാരണം കർത്താവ് ബൈബിളിൽ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. അല്ലാത്തൊരു ശാന്തമായിരിക്കുക. നമുക്ക് വേറെ ഒരുപാട് പണികളുണ്ട്. അതുകൊണ്ട് ചെവിയുള്ളവർ കേൾക്കട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. കഴിഞ്ഞ 18 കൊല്ലമായി ഞാനിങ്ങനെ പള്ളി പ്രസംഗങ്ങൾക്ക് പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ ഞാനിങ്ങനെ പോകും. പലരും ചോദിക്കാച്ച വല്ല കാര്യമുണ്ട്? ഈ പെരുന്നാളിന് പ്രസംഗിച്ചിട്ട് ആരെങ്കിലുമൊക്കെ നന്നാവുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഉടനെ ചിരിച്ചിട്ട് പറയും, അതെൻ്റെ കാര്യമല്ല. എന്നെ വിളിച്ച കർത്താവ് പറഞ്ഞിരിക്കുന്നത് പറയാനുള്ളത് പറയുക, എന്നിട്ട് അവസാനം പറയുക, അല്ലെങ്കിൽ തുടക്കത്തിൽ പറയുക, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഞാൻ എൻ്റെ കടമ ചെയ്യുന്നത് മാത്രം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ മറ്റം നാട് എന്നറിയുന്ന പലരോട് ഇരിപ്പുണ്ട്. മുഖം മൂടി വെച്ചതുകൊണ്ട് ഫേസ് അറിയുന്നില്ല എന്നേ ഉള്ളൂ. അതിന് കാരണങ്ങൾ പലതാണ്. ഒന്ന്, ഞാൻ പലപ്പോഴും പറയും, ഒരു അച്ഛൻ ഇടവകയിലെ വൈദികനാകുന്നത് പള്ളിയിൽ ദൈവജനത്തോടൊപ്പം താമസിക്കാനാണ്. കഴിഞ്ഞ 18 കൊല്ലത്തിനുള്ളിൽ 2 പള്ളികളിൽ ഞാൻ താമസിച്ചിട്ടുള്ളൂ. ഒന്ന് ഒളരിക്കര, 2 5 മാസം മറ്റത്ത്. ഇവിടെ താമസിച്ചോട് കൂടിയിട്ട് എനിക്ക് തോന്നുന്ന പിതാക്കന്മാർക്ക് മനസ്സിലായി, ഇവൻ ഇനി ഇടവകയിലിരുത്താൻ കൊള്ളില്ല. അതുകൊണ്ട് മറ്റത്തെ പള്ളിവാസം കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ ഒരു പള്ളിയിൽ കിടന്നുറങ്ങാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ എവിടെ പോയാലും അതുകൊണ്ട് പറയും, ഞാൻ മറ്റം ഇടവക്കാരനാണ്. കാരണം ഈ ഇടവകയിലാണ് അവസാനമായിട്ട് ഞാൻ താമസിച്ചത്. പിന്നെ മുഴുവൻ കോളേജുകളായിരുന്നു. ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജ്, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, ഇപ്പോൾ 12 കൊല്ലമായിട്ട് ജ്യോതിയച്ചി കോളേജ്. അതുകൊണ്ട് ഫ്രാങ്കോച്ചൻ വിളിച്ച വഴിക്ക് ഞാൻ പറഞ്ഞു, പ്രസംഗത്തിന് ഞാൻ വരാം. എനിക്കൊരു കല്യാണക്കെട്ടുണ്ട്, പക്ഷെ പ്രസംഗത്തിന് ഞാൻ വരാം. കാരണം മറ്റത്ത് കിട്ടുന്ന ഒരു പരിപാടിയും ഞാൻ വേണ്ടെന്ന് പറയില്ല. 2, ഞാൻ വരാനുള്ളൊരു കാരണം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരിൽ ഒരാളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ വികാരിയച്ഛൻ. ഒരു വികാരിയച്ഛൻ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ നോക്കി പഠിച്ചിട്ടുള്ള അപൂർവ ചില വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ഫ്രാങ്കോ അച്ഛൻ. അതുകൊണ്ട് അച്ഛനോട് നോ പറയാൻ മടിയായതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, അച്ഛാ നിങ്ങൾ തൃശ്ശൂർക്കാർക്ക് വട്ടാണ്. കാരണം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പലയിടത്തും പോകുന്ന ഒരാളാണ്. ഞാൻ ചോദിക്കും, എന്ത് പറ്റി? തൃശ്ശൂർക്കാരെന്ന് പറയുന്നത് ആഘോഷങ്ങളുടെ നാടാണ്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ആഘോഷമാണ്. ഒരു വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെണ്ണ് ആദ്യമായി ഗർഭം ധരിച്ച അന്ന് തുടങ്ങും ആഘോഷം. ഇവിടെ അമ്മമാർക്കറിയാം, തുടങ്ങലാണ് സെലിബ്രേഷൻസ്. എന്തൊക്കെ ആ 10 മാസത്തിനുള്ളിൽ എത്ര ആഘോഷമുണ്ടെന്ന് മറ്റത്തെ കാരണവന്മാരോട് ചോദിച്ചാൽ അറിയാം. പുതിയ തലമുറക്ക് അറിയില്ല. പിന്നെ തുടങ്ങുകയാണ് ആഘോഷങ്ങൾ. ഇനി മരിച്ചിട്ട് നമ്മൾ വെറുതെ വിടില്ല. മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും ആഘോഷം നിൽക്കണില്ല. പിന്നെ തുടരുകയാണ്. ആഘോഷങ്ങളുടെ നാടാണ് ഈ തൃശ്ശൂർ പേരുകൾ. എന്തിനാണ് ഇത്രയേറെ ആഘോഷങ്ങൾ? എന്നോട് പലരും ചോദിക്കും, അച്ഛൻ നമ്മുടെ നസ്രാണികള് ഒരുപാട് ആഘോഷം നടത്തി ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട്, അച്ഛനത് ന്യായീകരിക്കാൻ സാധിക്കുമോ? ഞാൻ അവരോട് ചിരിച്ചിട്ട് പറയും, തീർച്ചയായും. കാരണം ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്, സെലിബ്രേഷൻസ് ആർ ജസ്റ്റിസ് ടു ലൈഫ്. ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തോട് നമ്മൾ കാണിക്കുന്ന വലിയൊരു
നാളെ ഒരു ദിവസം എന്തെന്ന് നമുക്കറിയില്ല. നാളെ ഒരു ദിവസം എന്റെയോ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് നമുക്കറിയുകയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം തരുന്ന ജീവിതം അത് സമൃദ്ധമായി ആഘോഷിക്കേണ്ടതാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിലെ ബോൺ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഒരു കുട്ടിയോട് ചോദിച്ചു, അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മോളെ ചോദ്യം ചോദിക്കും. അവൾ പറഞ്ഞു, അച്ഛനൊരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? കുട്ടി ചോദിക്കുക, അച്ഛൻ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവ് എന്താ? ഞാൻ ഒന്ന് പേടിച്ചു പോയി. കാരണം എന്താണെന്നറിയും, ചെറിയ കുട്ടികള് വലിയ വായിൽ ചോദ്യം ചോദിച്ചാൽ 2 വട്ടം ചിന്തിക്കണം. അല്ലെങ്കിൽ അവർ പറയും അച്ഛൻ മണ്ടന. പ്രത്യേകിച്ച് വലിയ യൂണിവേഴ്സിറ്റിയാണ് ജർമ്മനിയിൽ പോകണമെന്ന് പറയുന്നത്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കൺഫ്യൂഷനുള്ള കാര്യമുണ്ടോ ഉടനെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചേക്കണം. നിങ്ങൾക്കറിയാം, ഞാൻ എനമോകാരനാണ്, അമ്മയുടെ നാട്ടിൽ നിന്നുള്ളവരാണ്. ഉടനെ ഞാനൊന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, മോളെ, ജീവിതത്തിലെ ദൈവം തരുന്ന 2 ദാനങ്ങൾ, 1 സമയം, 2 സ്വാതന്ത്ര്യം. ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്. എല്ലാ മനുഷ്യർക്കും ദൈവം കൊടുത്തിട്ടുള്ള 2 ദാനങ്ങൾ എന്ന് പറയുന്നത് 1 സമയമാണ്, 2 സ്വാതന്ത്ര്യമാണ്. എന്താണ് ഈ ദാനങ്ങളുടെ പ്രത്യേകത? സമയം ദൈവം നിയന്ത്രിക്കുന്നു, സ്വാതന്ത്ര്യം ഞാൻ നിയന്ത്രിക്കുന്നു. വാക്കുകൾ ഓർത്തിരിക്കുക. സമയം നിയന്ത്രിക്കുന്നത് ദൈവമാണ്, ഒരു സംശയവും വേണ്ട. ഇന്നലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മളിൽ പലരും, പ്രത്യേകിച്ച് അമ്മമാർ, ചിന്തിച്ചിട്ടുണ്ടാവും, ഈ സൂര്യൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉണർന്നാൽ മതി അല്ലേ? എല്ലാ രാത്രിയും നമ്മുടെ വീട്ടിൽ അമ്മമാർ ഓർക്കുന്നതാണ്. അപ്പോഴേക്കും കണ്ണ് തുറക്കും, അപ്പോഴേക്കും കെടുക്കുമ്പോഴേക്കും നേരം വെളുക്കും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പരീക്ഷയുടെ തലേദിവസമൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈ സൂര്യൻ അല്പം കഴിഞ്ഞ് ഉണർന്നാൽ മതി. പക്ഷെ കൃത്യം സമയത്ത് ആ പുള്ളിക്കാരൻ ഉണർന്നു വരും. സമയത്തിന്റെ മുകളിൽ എനിക്കോ നിങ്ങൾക്കോ യാതൊരു കൺട്രോളുമില്ല എന്ന് പ്രകൃതി നമ്മെ പഠിപ്പിക്കും. ഓർത്തിരിക്കണം, ഈ സമയം ദൈവം തരുന്നതാണ്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ കുർബാന കഴിഞ്ഞ് ഗൂഗിളിൽ ചെന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക, എന്റെ പ്രായക്കാർ എത്ര പേർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പലരും മരിച്ചുപോയി. എനിക്കൊരു ഉറപ്പുമില്ല ഈ കുർബാന കഴിഞ്ഞിട്ട് തിരിച്ച് ജ്യോതിച്ചിരി കോളേജ് ചെല്ലുമെന്ന്. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഉറപ്പുണ്ടാവും. ഒരു ഉറപ്പും നമുക്കില്ല. ഇരുന്നു കൊണ്ടിരിക്കെ പള്ളി താഴേക്ക് പോവാം. എൻ്റെ അച്ഛ ആവശ്യമില്ലാത്ത പറയരുതല്ലേ? ശരിയാ, സമയത്തിന്റെ മുകളിൽ എനിക്കോ നിങ്ങൾക്കോ ഒരു കൺട്രോളുമില്ല എന്ന് ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്, ദൈവമാണ് ജീവിതം തരുന്നത്. അങ്ങനെ ദൈവം തരുന്ന ജീവിതം ആഘോഷപൂർവ്വം കൊണ്ടു നടക്കാൻ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ബൈബിൾ എഴുതും, ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ഈ ഭൂമിയിൽ മനുഷ്യപുത്രൻ അവതരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ ഉത്തരവാദിത്വം എന്താ? ദൈവം എനിക്ക് തരുന്ന സമയം എന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, 2003 എനിക്ക് പട്ടം കിട്ടിയത്. പട്ടം കിട്ടുമ്പോൾ തൊണ്ടി പിതാവിനെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, പിതാവേ, ഇന്നു മുതൽ ഞാൻ നല്ല മനുഷ്യനാവില്ല. പിതാവിന്റെ കൈ വെച്ച അന്ന് റോയച്ചൻ വിശുദ്ധനായ വൈദികനാണ്. 18 കൊല്ലം കഴിഞ്ഞു അച്ഛനായിട്ട്. ഇപ്പോഴും ഞാൻ നന്നായിട്ടില്ല അല്ലേ? ഞാൻ എന്റെ കാര്യം പറയും, ഇപ്പോഴും ഞാൻ നന്നായിട്ടില്ല. ദൈവത്തിന് വേണമെങ്കിൽ എന്നെ നന്നാക്കാമായിരുന്നു. നിങ്ങൾ എത്ര തവണ കുമ്പസാരിച്ചു, എത്ര തവണ വിശുദ്ധ കുർബാന സ്വീകരിച്ചു, നന്നായിട്ടുണ്ടോ? ഉത്തരം പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ എന്റെ കാര്യം പറഞ്ഞത്, ദൈവം ആരെയും നിർബന്ധിച്ച് അനുഗ്രഹിക്കുകയില്ല. ധൂർത്തപുത്രന്റെ ഉപമയുണ്ട്. ബൈബിളിൽ മനോഹരമായ ഉപമകളിൽ പെട്ടതാണ് ധൂർത്തപുത്രന്റെ ഉപമ. അതിൽ മകൻ അപ്പന്റെ അടുത്ത് ചെന്ന് വാശി പിടിക്കുമ്പോൾ അപ്പൻ അറിയാം അവൻ പോകുന്നത് അപകടത്തിലേക്കാണ്. ഒരിക്കലും അപ്പൻ ആ മകനെ തടയുകയില്ല. മറിച്ച് എന്ത് ചെയ്യും? അവന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് വീടിന്റെ ഉമ്മറപ്പടിയിൽ തിരിച്ചു വരുന്ന മകനെ കാത്ത് ഇരിക്കുന്ന ഒരു അപ്പന്റെ ചിത്രം ബൈബിൾ എനിക്കും നിങ്ങൾക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നുണ്ട്. അതിനർത്ഥം എന്തെന്നറിയോ? മകന്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നവനാണ് പിതാവായ ദൈവം. അതിന് ഒരർത്ഥം കൂടെയുണ്ട്. സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം ഞാൻ എന്ത് തെരഞ്ഞെടുക്കും? പള്ളിയിൽ വരാം, വരാതിരിക്കാം, പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാതിരിക്കാം. ആർക്ക് പോയി? ഒരിക്കൽ കുട്ടിയോട് ചോദിച്ചു, അച്ഛാ, ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല, ഞാനിനി പള്ളിയിൽ പോകുന്നില്ല. ഞാൻ ചിരിച്ചു. അപ്പൊ അവർ അച്ഛനെ ചിരിക്കുന്നേ. ഞാൻ പറഞ്ഞു, മോനെ, നീ പള്ളിയിൽ പോയാലും പോയില്ലെങ്കിലും
ദൈവത്തിനൊന്നും നഷ്ടപ്പെടാനില്ല. തിരിച്ചൊരു ചോദ്യം കൂടി ഞാനോട് ചോദിച്ചു, എപ്പോഴാണ് ഭൂമിയിൽ ഇരുട്ടുണ്ടാകുന്നത്? അവൻ പറഞ്ഞു, അച്ഛാ, അധ്യാപകർ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, രാത്രിയാകുമ്പോൾ ഇരുട്ടുണ്ടാവും. ഇവിടെ ഒരുപാട് അധ്യാപകരുള്ള നാടാണ് അല്ലെ? രാത്രിയാകുമ്പോൾ ഇരുട്ടുണ്ടാവും, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുട്ടുണ്ടാവും. ശുദ്ധ മണ്ടത്തരാണ്. ഞാൻ ഇവിടെ ചോദിച്ചു, സൂര്യൻ അസ്തമിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു ഉണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല. ഭൂമി എപ്പോഴാണ് സൂര്യനെതിരെ തിരിയുന്നത് അപ്പോഴാണ് രാത്രി ഉണ്ടാവുക. ശരിയല്ലേ? സൂര്യന്റെ കുഴപ്പമല്ല, മറിച്ച് ഭൂമി സൂര്യന് നേരെ തിരിഞ്ഞിരുന്ന് ഇരുട്ടായെന്നും പറഞ്ഞ് കരച്ചിലാണ്. ഇത് തന്നെയാണ് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഓർത്തിരിക്കുക, ദൈവം നീതി സൂര്യനാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ആ ബൈബിൾ വാചകം എന്നെ പഠിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്. എന്റെ ജീവിതത്തിന്റെ സഹനങ്ങളും കുറവുകളും സംഭവിക്കുന്നത് ഞാൻ ദൈവത്തിൽ നിന്ന്, സൂര്യപ്രകാശത്തിൽ നിന്ന് പുറംതിരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. കുദാശകള് സ്നേഹത്തോടുകൂടെ ഒരുക്കത്തോടുകൂടെ സ്വീകരിച്ച് പ്രകാശത്തോട് കുറവുള്ളവരായി തീർന്ന ജീവിതം പ്രകാശപൂർണമായി തീരുന്നുവെന്ന് അർത്ഥം. അച്ഛൻ പറഞ്ഞു വന്നത്, സെലിബ്രേഷൻസ് ആർ ജസ്റ്റിസ് ടു ലൈഫ്. ആഘോഷിക്കണം നമ്മൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദൈവം തരുന്ന ദാനമാണെന്ന് കരുതി ദൈവത്തോട് നന്ദി പറഞ്ഞ് ഓരോ നിമിഷവും കൊണ്ടു നടക്കാൻ എനിക്ക് നിങ്ങൾക്ക് പറ്റണം. പക്ഷേ ഇംഗ്ലീഷ് വാചകത്തിന്റെ രണ്ടാമത്തെ ഒരു ഘടകമുണ്ട്. അതെന്താണെന്ന് അറിയോ? ബട്ട് there should be life to celebrate. ജീവിതം ഉണ്ടാകണം ആഘോഷിക്കാൻ. ഇന്ന് ചിലപ്പോഴെങ്കിലും നമ്മുടെ തൃശ്ശൂർക്കാരെ കുറിച്ച്, തൃശ്ശൂരിലെ നല്ല നസ്രാണികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ആഘോഷങ്ങളുണ്ട്. പക്ഷെ ആഘോഷങ്ങൾ പലപ്പോഴും ജീവനില്ലാത്ത ആഘോഷങ്ങൾ. ഒരു ആഘോഷം കഴിയുമ്പോൾ വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും കുറെ കൂടെ ഊഷ്മളതയും സ്നേഹവും വളരുന്നുണ്ടെങ്കിൽ ആ ആഘോഷത്തിന് അർത്ഥമുണ്ട് എന്നർത്ഥം. അല്ലെങ്കിലോ ആ ആഘോഷം വൃഥാവിലായി പോവുകയാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ആഘോഷത്തിന് വേണ്ടി മാത്രം ആഘോഷിക്കാതെ നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും എന്തെങ്കിലുമൊക്കെ മാറ്റം നമ്മുടെ ആഘോഷം കൊണ്ട് വരുത്താനാവുന്നുണ്ടെങ്കിൽ അതിനർത്ഥമുണ്ടെന്ന് സാരം. എന്തിനാണ് നമ്മുടെ കാരണവന്മാർ പെരുന്നാളുകൾ കണ്ടുപിടിച്ചത്? എൻ്റെ കുട്ടിക്കാലത്ത് നിങ്ങൾക്കറിയാം, മറ്റേ ദേശമാണ്. പാലൂര് കഴിഞ്ഞാൽ പാരമ്പര്യം കൊണ്ട് ഈ കേരളക്കരയുടെ മുടിചിന്ന മകനായിട്ട് നിൽക്കുന്ന ഒരു തറവാട് മുറ്റത്തിലാണ് നമ്മളൊക്കെ ജനിച്ചത്. ആ ബോധം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണം. വിശ്വാസത്തിന്റെ ഏറ്റില്ലം എന്ന് പറയുന്ന ഭാരതസഭയുടെ വിശ്വാസത്തിന്റെ പിള്ളത്തൊട്ടിൽ എന്ന് പറയുന്ന പാലയൂരിൽ നിന്ന് വെട്ടിത്തിരിഞ്ഞ് ജലമാർഗം മറ്റത്തിലേക്ക് വന്ന വിശ്വാസ സമൂഹം പിന്നീട് പടർന്നു പന്തലിച്ച കാഴ്ച നമുക്കൊക്കെ അറിയാം. കൊച്ചി രാജാവിന്റെ കാലത്ത് ഒല്ലൂരിൽ പോയി വിശ്വാസ സമൂഹം തുടങ്ങിയതും പിന്നീട് വിശ്വാസത്തിന്റെ വേരുകള് കുറവിലെങ്ങാട്ടാണെങ്കിലും മറ്റ് കേരള സഭയുടെ പല പിള്ളത്തൊട്ടിലേക്കും വളർച്ച പ്രാപിച്ചത് ഈ നാട്ടിൽ നിന്നാണ് എന്ന് ബോധപൂർവം നമ്മൾ ഓർക്കേണ്ട കാലഘട്ടം കൂടിയാണെന്ന് അച്ഛൻ പറഞ്ഞു എന്ന് മാത്രം. അച്ഛൻ പറയാറുണ്ട്, എന്തിനാണ് അത്രയധികം പെരുന്നാളുകൾ? എനമാവിൽ 5-6 പെരുന്നാളുണ്ടായിരുന്നു ഒരു വർഷം, മറ്റത്തുണ്ടായിരുന്നു. പിന്നീടാണ് അതിരൂപത പറഞ്ഞത് ഒരു പെരുന്നാളായിട്ട് ചുരുക്കണം. പക്ഷെ ഇപ്പോഴും ഇവിടെ 1, 2, 3 പെരുന്നാളുകൾ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. 2 തള്ളപ്പള്ളിയിലും 1 കുന്നിൻ്റെ മുകളിൽ വനമാതാന്റെ പള്ളിയിലും. കാരണം നമ്മൾ വ്യത്യസ്തരാണ്, പഴയ തറവാടായതുകൊണ്ട് അനുവദിച്ചിട്ടുണ്ട്. എന്തിനാണ് കാരണവന്മാരെ പെരുന്നാളുകൾ നടത്തിയത്? പെരുന്നാൾ എന്ന വാക്കിന്റെ അർത്ഥം വലിയ ദിവസം എന്നാണ്. തിരുനാൾ എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധമായ ദിവസം എന്നാണ്. ഇതിന്റെ കൂട്ടത്തിൽ മഹാമഹം എന്ന് പറയുന്ന ഒരു പദം കൂടെ നമ്മുടെ നസ്രാണികൾ ഉപയോഗിക്കാറുണ്ട് നോട്ടീസുകളിൽ. മഹാമഹം എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ബലിയർപ്പണം എന്നാണ്. ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ കാരണവന്മാർക്ക് തികച്ചും കൃത്യമായ ഒരു ബോധമുണ്ടായിരുന്നു. ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ ദൈവം തന്ന ദാനങ്ങൾക്ക് നന്ദി പറയാൻ, വിശുദ്ധാത്മാക്കളിലൂടെ കുടിവെച്ച പുണ്യവാളനിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ദേശത്തിനും ദൈവം തന്ന നന്മകൾക്ക് നന്ദി പറയാൻ ഒരു
ഒരു ദിവസം അവർ ആഘോഷിച്ചിരുന്നു. ആ ദിവസത്തെ വിളിച്ച പേരാണ് പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത്. ആ തിരുനാൾ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് ആഘോഷമായ ബലിയർപ്പണമാണ്. ഞങ്ങളൊക്കെ ഒരു ദേശത്ത് താമസിക്കുന്ന, ഒരു കുടുംബത്തിൽ താമസിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളാണ് എന്ന് ലോകത്തോട് പറയുകയും ഒരു മേശയിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞങ്ങൾ ഈ ഇടവകക്കാർ മുഴുവൻ സഹോദരി സഹോദരന്മാരാണ് എന്ന് ലോകത്തോട് പറയുന്ന, അതോടൊപ്പം വിശുദ്ധരെ സമ്മതിച്ചുകൊണ്ട് വിശ്വാസം പ്രഘോഷിക്കുന്ന വലിയൊരു ദിവസമാണ് പെരുന്നാൾ ദിവസമെന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇന്ന് നമ്മുടെയൊക്കെ തിരുനാളുകളിൽ വിശുദ്ധ കുർബാന സമയത്ത് ആളുകളുടെ എണ്ണം കുറഞ്ഞു പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവ്യബലിയർപ്പണത്തിൽ എത്ര ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. കാരണം എന്താ, ഒത്തിരി സമയം പോവും. ഈ സമയം കളയാനില്ല. 24 മണിക്കൂറേ ഒരു ദിവസത്തിനുള്ളൂ. അത് തരുന്നത് ദൈവമാണ്. എന്നിട്ടും ദൈവത്തിന് സമയം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ സമയമില്ല. ചിന്തിക്കണം. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല. 24 മണിക്കൂർ ദൈവം നമുക്ക് തന്നിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, പള്ളിയിൽ ഒരു കുർബാനയ്ക്ക് വേണ്ടി, ഏതെങ്കിലും ഒരു കുദാശ സ്വീകരിക്കാൻ വേണ്ടി അല്പമൊക്കെ സമയം കളയാൻ ഞാൻ തയ്യാറല്ല. കാരണം എന്താ, എനിക്ക് ജോലി വേണം, ശമ്പളം വേണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാം കഴിഞ്ഞ് ബാക്കി ദൈവത്തിനെന്ന് പറയുന്ന ഒരു നസ്രാണി സമൂഹം ഇന്ന് കേരളത്തിൽ വളരുന്നുണ്ട്. സൂക്ഷിക്കണം. നമുക്കറിയാം, 3 വിശുദ്ധാത്മാക്കളാണ് ഇന്ന് നമ്മൾ ഓർക്കുന്നത്. ഈ വിശുദ്ധാത്മാക്കളിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്തെന്നറിയും, ജീവിതത്തിന്റെ നല്ല ഭാഗങ്ങൾ അവർ ദൈവത്തിന് കൊടുത്തു. ഓർത്തിരിക്കണം. വിശുദ്ധ സെബസ്ത്യാനോസും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറും അൽഫോൻസാമ്മയും ഒക്കെ ജീവിതത്തിന്റെ നല്ല ഭാഗങ്ങൾ ദൈവത്തിന് കൊടുത്തു. ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കുള്ള വെല്ലുവിളിയും അത് തന്നെയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടൊരു കഥയുണ്ട്. എൻ്റെ വീട്ടിലെ ഒരു അനുഭവമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ വീട് ഏനാമോ പുഴയുടെ അടുത്താണ്. പല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ കഥ നിങ്ങൾ കേട്ട് കാണും. എൻ്റെ വീട്ടിലെ അനുഭവം. വീട്ടിൽ അപ്പനുണ്ടായിരുന്ന കാലത്ത് 2000 പേരെ വീട്ടിലെല്ലാ ദിവസവും മീൻ വാങ്ങണം. ഈ കഥ പലരും കേട്ട് കാണും. പണ്ട് കൊച്ചച്ഛനായിരുന്നു അത് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ കേൾക്കുക, കാരണം നമുക്കൊക്കെ മറന്നു പോകും അല്ലേ. അപ്പൊ മീൻ വാങ്ങണം നിർബന്ധമാണ്. കാരണം കാരണവന്മാർക്ക് മീൻ കൂട്ടി കഴിക്കണമെന്നുള്ളൊരു പാരമ്പര്യമുണ്ട്. അപ്പൊ എല്ലാ ദിവസവും അപ്പം മീൻ വാങ്ങണം. എൻ്റെ വീട് ചെറിയ കുടുംബമാണ്. ഞങ്ങൾ ആകെ 7 മക്കളെ ഉള്ളൂ. ഞാൻ 7ാമനാണ്. അപ്പൊ പലരും ചിരിക്കുക. അന്നത്തെ വീട്ടിലൊക്കെ 13, 14. അപ്പൊ എൻ്റെ വീട്ടിൽ മാത്രം 7 ഉള്ളൂ. ഞാൻ 7ാമനാണ്. വീട്ടിൽ അമ്മയോട് ഞാൻ എപ്പോഴും പറയും, മീൻ വാങ്ങിയാൽ എനിക്ക് വാല് വേണം. ഇതാണ് കണ്ടീഷൻ. അമ്മ എപ്പോഴും ജീവിച്ചിരുന്നത്. അപ്പൊ എൻ്റെ വിചാരം എന്തറിയും, വാലില് ഭയങ്കര കാമ്പാണ്. അങ്ങനെ വീട്ടിൽ മീൻ വന്ന് മീൻ വിളമ്പുമ്പോൾ രാത്രി കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മീൻ വിളമ്പുമ്പോൾ ഞാൻ നോക്കും ഓരോ പാത്രത്തിലേക്കും. കാരണം വീട്ടിലെ ഉണ്ണിവാവ ഞാനാണ് രാജാവ്. ഞാൻ പറയുന്നതനുസരിച്ച് നടത്തില്ലെങ്കിൽ അന്ന് അവിടെ വേൾഡ് വാറാണ്, ലോകയുദ്ധം തുടങ്ങും. അപ്പൊ അമ്മ ഞാൻ പറയുന്നതനുസരിച്ച് എല്ലാം ചെയ്യും. മോനെ, നീയാണ് രാജാവ്, നീയാണ് ഉണ്ണി എന്ന് പറഞ്ഞ് എല്ലാവരുടെ മീൻ വിളമ്പും. അപ്പൊ ഞാൻ നോക്കും ആർക്കൊക്കെയാണ് കഷ്ണങ്ങൾ കൊടുക്കുന്നത്. അപ്പന് നടുക്കഷ്ണം, എനിക്ക് വാല്. ഞാൻ ഹാപ്പിയായി. 1993 ഞാൻ സെമിനാരി ജോയിൻ ചെയ്ത് ആദ്യമായി കിച്ചണിലേക്ക് കയറി മീൻ വെട്ടാൻ പഠിച്ചു. ഞങ്ങൾക്ക് നിർബന്ധമാണ് എല്ലാം പഠിക്കണം. ആഘോഷമായി മീൻ വെട്ടുക. ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററെ, മീൻ വെട്ടിക്കഴിഞ്ഞാൽ ഈ മീനിന്റെ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കാമ്പുണ്ടാവുക? സിസ്റ്റർ ചിരിച്ചിട്ട് പറഞ്ഞു, എന്താ സംശയം? ഇവിടെ ഇങ്ങനെ അമ്മച്ചിമാരെ ചോദിക്കാം അല്ലേ? അമ്മച്ചിമാർ പറയാം, അച്ഛാ ചോദിക്കരുത്, കാരണം ഇപ്പൊ ഞങ്ങൾ കാറ്ററിംഗ് ഫുഡാണ്, മീൻ വെട്ടാൻ നിങ്ങൾക്ക് അറിയില്ല. ഇവിടെ ഇരുന്ന അമ്മച്ചിമാരല്ല കേട്ടോ, ഇവിടെ അമ്മായിമാർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടാവും മരോക്കന്മാർ മീൻ വെട്ടണതൊക്കെ. പക്ഷെ പണ്ട് കൃത്യമായി എല്ലാ വീട്ടിലും മീൻ വാങ്ങി വെട്ടും. സിസ്റ്റർ ഒരു ഞെട്ടിനോട് കൂടെ എന്നോട് പറഞ്ഞെന്താണെന്നറിയും, റോയ്, അത് വളരെ സിമ്പിളാണ്. മീൻ വെട്ടാൻ അറിയുന്നവർ വെട്ടിയാൽ നടുക്കഷ്ണത്തിലാണ് കാമ്പ്. ഒരു ഞെട്ടലോടെ ഞാൻ എൻ്റെ അമ്മയെ ഓർത്തു. എത്ര തല്ല് പിടിച്ചാലും അമ്മയ്ക്ക് അപ്പനോട് അടുപ്പമായിരുന്നു. നടുക്കഷ്ണം അപ്പനാണ്. ഇതിന് ഞാൻ പഠിച്ച പാഠം തന്നറിയൂ. പിന്നീട് ബൈബിൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ബൈബിൾ എന്നെ ചിന്തിപ്പിച്ച വളരെ മനോഹരമായ ഒരു ചിന്തയുണ്ട്. നടുക്കഷ്ണങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ് ദൈവം. ജീവിതത്തിന്റെ നല്ല ഭാഗങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ്
ദൈവം, പ്രത്യേകിച്ച് ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പറയുന്ന ഭാഗങ്ങൾ എടുക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പുത്രൻ എവിടെയാ? നടുക്ക്. രണ്ട് കള്ളന്മാരുടെ നടുക്ക്, ആകാശത്തിനും ഭൂമിക്കും നടുക്ക്. ഒന്നോ രണ്ടോ പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ നടുക്കഷ്ണങ്ങളെ ഇഷ്ടപ്പെടുന്ന ദൈവത്തിന്റെ ഒരു ചിത്രം ബൈബിളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിന്റെ നല്ല ഭാഗങ്ങള് ആർക്ക് വേണ്ടി കൊടുക്കുന്നു? നമ്മളൊന്ന് ചിന്തിക്കണം. സെബസ്ത്യാനോസിന്റെ ജീവിതവും ഫ്രാൻസിസ് സേവ്യറുടെ ജീവിതവും അൽഫോൻസമ്മയുടെ ജീവിതവും എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ഒരേ ഒരു പാഠമതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിന്റെ നല്ല കാലം ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ചങ്കൂറ്റം കാണിച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടായി. കഴിഞ്ഞ 44 കൊല്ലത്തെ എന്റെ ജീവിതാനുഭവം അത് തന്നെയാണ്. ദൈവത്തിന് വേണ്ടി കൊടുത്തതൊന്നും നഷ്ടക്കച്ചവടമല്ല. ഇന്ന് എല്ലാം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ദൈവത്തിനെന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഞാനും നിങ്ങളും വളരുമ്പോൾ ഈ തിരുനാളാഘോഷം നമുക്ക് മുന്നിൽ ഒരു വെല്ലുവിളിയാണ്. എന്താണെന്നറിയുമോ? ദൈവത്തിന് ആദ്യത്തെ സ്ഥാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ ആരോഗ്യമായിക്കൊള്ളട്ടെ, പണമായിക്കൊള്ളട്ടെ, സമയമായിക്കൊള്ളട്ടെ, ദൈവത്തിന് വേണ്ടി കൊടുക്കുക. ദയാകൃഷ്ണ ചക്രവർത്തിയുടെ കാലത്ത് വിശ്വാസം ത്യജിക്കാനായിട്ട് പറഞ്ഞപ്പോൾ നട്ടെല്ലോടുകൂടെ 33 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ദൈവത്തെ വിട്ടിട്ട് എനിക്കൊന്നും വേണ്ട. ഒരു സാമ്രാജ്യത്തിന്റെ പകുതി പോലും പകുതി നൽകാമെന്ന് പറഞ്ഞപ്പോഴും ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ പിതാവായ ദൈവമാണ് വലുത്. നട്ടെല്ലുള്ള ഒരു ചെറുപ്പക്കാരൻ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഇന്ന് കേരള സഭയിൽ, കേരള നസ്രാണികളുടെ ഇതുപോലെ നട്ടെല്ലുള്ള ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നുവെങ്കിൽ കേരള സഭയും നാടും രക്ഷപ്പെട്ടു പോയേനെ. നമ്മുടെ നട്ടെല്ലും സെബസ്ത്യാനോസിന്റെ നട്ടെല്ലും നമ്മൾ വ്യത്യാസം എന്താണെന്നറിയോ? നമ്മുടെ നട്ടെല്ല് വളയും അല്ലെ, ഭയങ്കര വളർച്ചയാണ്. ആരുടെ മുന്നിലും വളർന്നുകൊണ്ടിരിക്കും. ആണോ? ദേ പിടിച്ചു. എന്തെങ്കിലും സ്വാർത്ഥ ലാഭം കിട്ടുമെന്ന് കരുതിയാൽ കിട്ടിയതൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തെയും സഭയെയും ഇടവകയെയും തള്ളി പറയാൻ മടിയില്ലാത്ത ഒരുപാട് ആളുകള്, ഒരുപാട് യൂദാസുമാരെ ഇന്ന് കേരള സഭയിൽ വളരുന്നു എന്നുള്ളത് വിശ്വാസത്തിന്റെ ഈറ്റില്ലമായ ഈ നാട്ടിലിരുന്ന് നമ്മൾ ചിന്തിക്കണം. നട്ടിലുള്ള സഭാസ്നേഹികളെ ഇന്ന് സഭയ്ക്ക് ആവശ്യമുണ്ട്, സെബസ്ത്യാനോസിനെ പോലെ. രണ്ടാമതായിട്ട് ഒരു കൊച്ചു ചിന്തോളം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ 3 പേരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട അടുത്ത ഒരു പാഠം, നോ പറയാൻ ചങ്കൂറ്റം കാണിച്ചവരാണ് ഇവരൊക്കെ. വേണ്ട എന്ന് വെക്കാൻ ചങ്കൂറ്റം കാണിച്ചവരാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഇവരെന്തുകൊണ്ടാണ് ഇത്രയേറെ ധൈര്യം സമ്പാദിച്ചത്? നമുക്കറിയാം, ജീവിതത്തിലെ പലതും നേടാമായിരുന്നിട്ടും ഇതൊക്കെ അവർ വേണ്ട എന്ന് വെച്ചു. ഖലീൽ ജിബ്രാന്റെ ഒരു കഥയുണ്ട്. ആ കഥയുടെ പേര് സ്വർഗം എന്നാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കൊച്ചു കഥയാണ്. ഈ കഥയിലെ ഒരു രംഗം ഞാൻ അവതരിപ്പിക്കാം നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഒരു യുവാവിനെ സ്വർഗം കാണണമെന്നുള്ള അതിയായ ആഗ്രഹം. കഥയിലായതുകൊണ്ട് സ്വർഗത്തിലെത്തി, ചോദ്യമൊന്നുമില്ല അല്ലേ? കാരണം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കുട്ടികളെ പിടിച്ചിരുത്തി പറഞ്ഞു, ഈ കഥയുടെ ബാക്കി പറഞ്ഞിട്ട് പോയാൽ മതി. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചേക്കരുത്, കഥയിൽ ചോദ്യമില്ല. സ്വർഗത്തിലെത്തി. നല്ല കാഴ്ചകൾ കണ്ട് യുവാവ് നടന്നു. കോട്ടക്കൊത്തളങ്ങള്, മനോഹരമായ റോഡുകള്, രാജവീതികള് എല്ലാം കണ്ട് നടക്കുകയാണ്. ഒരു കാഴ്ച മാത്രം യുവാവിനെ വേദനിപ്പിച്ചു. അവിടെ ആളുകൾക്ക് കൈയില്ല, ചിലപ്പോൾ കാലുകളില്ല, ഇനി കയ്യോ കാലോ ഉണ്ടെങ്കിൽ വിരലുകളില്ല, അംഗവൈകല്യം സംഭവിച്ച ആളുകൾ. ഇത് കണ്ടപ്പോൾ യുവാവ് ആ നാട്ടിലെ വയസ്സനായ ആളോട് ചോദിച്ചു, വല്യപ്പച്ച, എന്തു പറ്റി നമ്മുടെ നാടിന്? സ്വർഗം എന്ന് പറയുന്നത് എല്ലാ പൂർണ്ണതയുള്ള സ്ഥലമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴോ ആളുകൾക്ക് അംഗവൈകല്യം സംഭവിച്ചിരിക്കുന്നു. ഉടനെ ആ വല്യപ്പച്ചൻ ചിരിച്ചിട്ട് പറഞ്ഞു, മോനെ എൻ്റെ കൂടെ വാ. ആ നാട്ടിലെ മനോഹരമായ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. ദേവാലയത്തിൽ ആനവാതിൽ കടന്നപ്പോൾ രക്തമൊലിച്ചു കിടക്കുന്ന കൈകളും കാലുകളും ഒക്കെ. യുവാവ് ദേഷ്യമാണ്. യുവാവ് ക്രുദ്ധനായി ദേഷ്യത്തോടു കൂടെ വല്യപ്പച്ചന്റെ ഷോൾഡറിനെ പിടിച്ച്, കഴുത്തിന് പിടിച്ച് ചോദിക്കും, ആരാണ് ഈ പരിശുദ്ധമായ സ്ഥലം അറവുശാലയാക്കി മാറ്റിയത്? ഉടനെ വലിയ ചിരിച്ചിട്ട് പറയും, മോനെ നിന്റെ പ്രായത്തിന് തിളപ്പാ, കൂൾഡാ അല്ലേ, കുറച്ചും കൂടെ വാ.
അല്ലെ? നമ്മുടെ പള്ളി കമ്മിറ്റിയിൽ ചെറുപ്പക്കാർ ഓളി ഇടുമ്പോൾ വലിയമാർ പറയും, ഇതൊക്കെ കുറെ കേട്ടതാ, ഇടുവാ ഞാൻ പറഞ്ഞു തരാം. അൾത്താരയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അൾത്താരയിൽ കാണിച്ചിരിക്കുന്ന ഒരു വാചകം വായിക്കാൻ പറയും. യുവാ വായിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ നിന്റെ കണ്ണോ കാതോ ഏതെങ്കിലും ഒരു അവയവം പാപത്തിലേക്ക് നിന്നെ നയിക്കുന്നുവെങ്കിൽ അത് വിച്ഛേദിച്ച് കളയുക. അപ്പോൾ നീ സ്വർഗരാജ്യത്തിന്റെ അവകാശിയാവും. ഇത് വായിച്ചുടനെ കഥയുടെ അവസാനം എങ്ങനെയാണ്? യുവാവ് പള്ളി നിറങ്ങി ഓടും. എന്നിട്ട് പറയും, എനിക്ക് സ്വർഗം വേണ്ട. ഈ കഥ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്തയുണ്ട്. എന്താണെന്നറിയും? ഈ കഥയിലെ നായകൻ എൻ്റെ ചേട്ടനോ ഞാനൊക്കെയാണ്. എല്ലാം വേണം, നമുക്ക് ആഗ്രഹമുണ്ട് അല്ലേ? എളുപ്പത്തിൽ സ്വർഗത്തിലെത്തണം, എളുപ്പത്തിലെ കുടുംബത്തിൽ സന്തോഷം വേണം, എൻ്റെ ജീവിതത്തിലെ ഐശ്വര്യം വേണം, സമാധാനം വേണം എന്നൊക്കെ നമ്മൾ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ആഗ്രഹത്തിനനുസരിച്ച് വില കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. തൃശ്ശൂർ ടൗണിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുള്ള നല്ല വസ്തുക്കൾ വാങ്ങണമെങ്കിൽ ഒരുപാട് ചുമന്ന നോട്ടുകൾ നമ്മൾ കൊടുക്കണം, വിലയുള്ള നോട്ടുകൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അടുത്ത് ദൈവത്തിന്റെ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ലഭിക്കണമെങ്കിൽ ഒരുപാട് ത്യാഗം ചെയ്യണമെന്ന് ബൈബിൾ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുക, ബലവാന്മാരാണ് സ്വർഗരാജ്യം നേടിയെടുക്കുക. പണം കൊടുത്ത് ഒരുപാട് ത്യാഗം ചെയ്ത് പലതും വേണ്ട എന്ന് പറഞ്ഞ് സ്വർഗരാജ്യം ഏറ്റെടുക്കാൻ പറ്റണം. നെഞ്ചിൻ കൂടോട് ചേർത്ത് പഠിക്കുന്നതൊക്കെ വേണ്ട എന്ന് വെച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഇന്ന് ബൈബിൾ ഭാഗം വായിച്ചു കേട്ടു. പത്രോസിനോട് കർത്താവ് പറഞ്ഞത് എന്താ? ഞാൻ കുരിശെടുക്കാൻ പോവുക. പത്രോസ് എന്താ പറഞ്ഞേ? കുരിശെടുക്കാൻ പോകരുത്, സഹനങ്ങൾ വേണ്ട. ഉടനെ കർത്താവ് ഒരു ഓമന പേര് വിളിക്കും. എന്താണ് ഓമന പേര് എന്നറിയോ? സാത്താനെ പുറകെ പോയി നിൽക്കുക. സഹനങ്ങളെ ഇഷ്ടപ്പെടാത്ത ആളുകള്, വേണ്ട എന്ന് വെക്കാൻ ചങ്കൂറ്റം കാണിക്കാത്ത ആളുകളെ കർത്താവ് വിളിക്കുന്ന പേര് സാത്താൻ എന്നാണ്. പുറകിൽ പോയി നിൽക്കുക. എന്നിട്ട് ക്രിസ്ത്യാനികളുടെ ഒരു നിർവചനം പറയുന്നുണ്ട്. മർത്തമാ നസ്രാണികളായ മറ്റത്തിലെ നിവാസികള് ഈ ഡെഫിനിഷൻ ഓർത്തിരിക്കണം. എന്താണെന്നറിയോ? ആരാണ് ഒരു ക്രിസ്ത്യാനി? കൃത്യം പറയും, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിക്കുക, കുരിശുമെടുക്കുക, എന്റെ പിന്നാലെ വരിക. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സ്വയം പരിത്യജിക്കണം. എന്തിന്റെ അർത്ഥം? എന്തിന്റെ അർത്ഥം അറിയൂ? സ്വന്തം ഇഷ്ടങ്ങളുടെ വേണ്ട എന്ന് വെക്കാൻ. ക്രിസ്തുവിനെ പ്രതി, കുടുംബത്തെ പ്രതി, സഭയെ പ്രതി എന്റെ നെഞ്ചിൻ കൂടോട് ചേർത്ത് പിടിക്കുന്ന എന്റെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളുണ്ട്. അത് വേണ്ട എന്ന് വെക്കുമ്പോൾ നല്ല നസ്രാണിയായി തീരുന്നുവെന്ന് അർത്ഥം. വർഷങ്ങൾക്ക് മുമ്പ് തോപ്പ് സ്റ്റേഡിയത്തിൽ ഒരു ഗാനമേള നടന്നു. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 25 മിനിറ്റ് ആവാറായി. അച്ഛൻ 20 മിനിറ്റ് പറയണമെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടിരിക്കുന്നതുകൊണ്ട് 5 മിനിറ്റോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗാനങ്ങൾ എങ്ങനെയാണ്? യേശുദാസിന്റെയാണ്. 1994. പാട്ടിഷ്ടമുള്ളത് കൊണ്ട് ഞാൻ റെക്ടറോട് ചോദിച്ചു, എനിക്ക് ഗാനമേള കാണാൻ പോകണം. അച്ഛൻ യെസ് എന്ന് പറഞ്ഞു. കാരണം മതിലിനപ്പുറത്താണ്. അങ്ങനെ തോപ്പ് സ്റ്റേഡിയത്തിൽ കയറിയിരുന്നു. ഗാനമേള ഇഷ്ടംപോലെ പാട്ട് ദാസേട്ടൻ പാടിക്കൊണ്ടിരിക്കുക. വെള്ളയിട്ട് രസകരമായി ഇങ്ങനെ പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അന്നത്തെ പ്രസിദ്ധമായ ഒരു ഗാനം, ഞാൻ പണ്ട് വനമാതാവിന്റെ പള്ളിയിൽ ഈ പാട്ട് പാടിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വേദന പോലും വേദാന്തമാക്കി ഞാനെന്നൊരീണം പാടി. അന്നത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിമിലെ ഒരു ഗാനമാണ്. ഇത് പാടിയിട്ട് യേശുദാസ് വീണ്ടും വീണ്ടും പാട്ട് ആവർത്തിക്കുകയാണ്. വേദന പോലും വേദാന്തമാക്കി ഞാനിന്നൊരീണം പാടി. ഓർഗനിസ്റ്റ് പതുക്കെ അടുത്ത വരിയിലേക്ക് പോയി. സാധാരണ കീബോർഡ് വായിക്കുന്നവർ അങ്ങനെയാണ്, അടുത്ത വരികളിലേക്ക് പോകാൻ തുടങ്ങും. പക്ഷെ ദാസേട്ടൻ വിടുന്നില്ല. ഈ വരികൾ വീണ്ടും വീണ്ടും പാടാൻ. എല്ലാ ഇൻസ്ട്രുമെന്റും സൈലന്റ് ആയി. ദാസേട്ടന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റിറ്റാറ്റി വീഴുന്നുണ്ട്. എല്ലാവരും സ്തബ്ധരായി. എന്ത് പറ്റി ദാസേട്ടൻ? കുറെ കഴിഞ്ഞപ്പോൾ ഓർഗനിസ്റ്റ് പതുക്കെ സെക്രട്ടറിയെ നോക്കി. സെക്രട്ടറി ദാസേട്ടന്റെ കൈ പിടിക്കുന്നുണ്ട്. ഞാൻ ഡയറിയിൽ അത് കുറിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഞെട്ടിയിട്ട് എല്ലാവരും നോക്കും. എന്നിട്ട് ചിരിച്ചിട്ട് പറയും, കുട്ടിക്കാലത്ത് ഒരുപാട് ഐസ്ക്രീം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ സംഗീതത്തെ പ്രതി ഞാൻ വേണ്ട എന്ന് വെച്ചു. എൻ്റെ കൂട്ടുകാർ ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ സ്വരത്തെ പ്രതി ഞാനത് വേണ്ട എന്ന് വെച്ചു. അങ്ങനെ വേണ്ട എന്ന് വെച്ചുണ്ടായ വേദനകളിൽ നിന്ന് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ എനിക്കുണ്ടായി. ബൈബിൾ പറയുന്ന ഒരു സംഗീതജ്ഞൻ,
എന്താണ് ബൈബിൾ പറയുന്നത്? സ്വയം പരിത്യജിക്കുക, സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെക്കുക. സെബസ്റ്റ്യാനോസിന്റെ ജീവിതം എടുക്കുക, ഫ്രാൻസിസ് സേവ്യറുടെ ജീവിതം എടുക്കുക, അൽഫോൺസമ്മയുടെ ജീവിതം എടുക്കുക. ഈ 3 കൂട്ടരെ നമ്മെ പഠിപ്പിക്കുന്നത് അറിയുമോ? ക്രിസ്തുവിനെ പ്രതി നെഞ്ചിൻകൂടോട് ചേർത്ത് പിടിക്കുന്ന ഇഷ്ടങ്ങളെ വേണ്ട എന്ന് വെക്കുക. അങ്ങനെ വേണ്ട എന്ന് വെച്ചാൽ അതൊരു കുരിശാണ്. ആ കുരിശ് ഏറ്റെടുക്കുക. ആരാണ് ക്രിസ്ത്യാനി? സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെച്ച് ക്രിസ്തുവിനെ പ്രതി സഹനങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നവനാണ് ഒരു ക്രിസ്ത്യാനി. ഈ 2 ചിന്തകളും നമുക്ക് കൂട്ടായിരിക്കട്ടെ. തിരുനാൾ ആഘോഷിക്കുന്നത് വിശുദ്ധാത്മാക്കളുടെ നല്ല സുഹൃത്തുക്കൾ പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ്. അല്ലാതെ ഒരു കുർബാന ചൊല്ലി ഒരു കടത്തിൽ പ്രസംഗം പറഞ്ഞ് പോകാനല്ല. ഈ 2 ചിന്തകൾ ഈ ഒരു വർഷക്കാലം ചിന്തിക്കുക. ഈ വിശുദ്ധരെ പോലെ അല്പമെങ്കിലും ആകാൻ എനിക്ക് പറ്റുമോ എന്ന് ഒരു ആത്മശോധന നടത്താൻ ഈ തിരുനാൾ ദിവസം നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുറെ കൂടെ വിശ്വാസ പാരമ്പര്യമുള്ള, വിശ്വാസത്തിൽ അടിയുറച്ച ഒരു ക്രൈസ്തവ സമൂഹം ഈ മറ്റത്തുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.